ഇപ്പോൾ സാന്തലാസ്മ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ യെല്ലോയിഷ് ഡിസ്കളറേഷൻ ആയിട്ട് അപ്പർ ഐലിഡിലും വരാം ലോവർ ഐലിഡിലും വരാം. ഭയങ്കര ഒരു കോസ്മെറ്റിക്കലി പേഷ്യൻസിന് ഭയങ്കര ഒരു കൺസേൺ ആണത്. അപ്പോൾ അങ്ങനത്തെ കേസ് ചിലപ്പോൾ ഈ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരും കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ളവർക്കും നോർമൽ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇങ്ങനത്തെ കണ്ടീഷൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കേസസിൽ നമ്മളിപ്പോൾ ഇലക്ട്രോകോട്ടറി അല്ലെങ്കിൽ ക്രയോകോട്ടറി അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. എന്നാലും പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫാക്ടറി ഇമ്പ്രൂവ്മെൻറ്റ് വരാറില്ല. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഞാൻ യൂഷ്വലി പ്ലാസ്റ്റിക് സർജൻസിന് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഡോക്ടർ ഒപ്പീനിയൻ എന്താ, അങ്ങനത്തെ കേസസ് എത്രത്തോളം ഒരു സർജന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും? ഇപ്പോൾ സാന്തലാസ്മ സർജറി വളരെ എഫക്റ്റീവാണ് അല്ലേ. നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു ടിഷ്യൂ എടുത്ത് കളഞ്ഞാലും വേറെ ഭാഗത്തും സാന്തലാസ്മ വരാം. നമ്മൾ അത് മാത്രം മനസ്സിലാക്കേണ്ടത്. പക്ഷേ സർജറി ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് സർജറിയാണ്. കാരണം നമ്മൾ മെയിൻ അഡ്വാൻറ്റേജ് അപ്പർ ഐലിഡ് സ്കിന്ന് ലോവർ ഐലിഡ് സ്കിന്ന് കുറച്ചൊരു ലൂസ് സ്കിന്നാണ്. ഓൾറെഡി അവിടെ കുറേ ലൈനുകളുള്ള സ്കിന്നാണ്. അപ്പോൾ ആ സാന്തലാസ്മയുള്ള ഭാഗം നമ്മൾ വളരെ നല്ല സർജറി ടെക്നിക്കിൽ റിമൂവ് ചെയ്ത് നല്ല ചെറിയ ഫൈൻ സ്റ്റിച്ചസോട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ ആ സർജറിയുടെ പാട് പോലും കാണില്ല. ഓക്കെ, അപ്പോൾ അതൊരു പ്രോപ്പർ സർജിക്കൽ ടെക്നിക്ക് വെച്ചത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാന്തലാസ്മ ടിഷ്യൂ നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. പക്ഷേ പേഷ്യൻറ്റ് മനസ്സിലാക്കുന്ന വെച്ചാൽ അത് അവർക്ക് വേറെ സ്ഥലത്ത് വരാം, പക്ഷെ ആ ചെയ്ത സ്ഥലത്ത് എന്തായാലും കംപ്ലീറ്റ് നമുക്ക് എടുത്ത് മാറ്റി കളയാൻ പറ്റും.